ഹായ് കൂട്ടുകാരെ, ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി കണ്ടാലോ. കുക്കറിനകത്തേക്ക് ആവശ്യത്തിന് തോരൻപരിപ്പ്, 5 ചെറിയുള്ളി, തോരൻപരിപ്പും ചെറിയുള്ളിയും വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ച് ഒരു 3 വിസിൽ കേൾക്കുമ്പോൾ തന്നെ തോരൻപരിപ്പ് നന്നായിട്ട് കുക്കായി കിട്ടും. ആ ഒരു ടൈമിൽ നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചേർക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, സവാള, വഴുതനങ്ങ, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി. ഇത് ഇത്രയാണ് നമ്മൾ സാമ്പാറിൽ ചേർക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തോരൻപരിപ്പ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ആ ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിനകത്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ പൊടികളാണ് ചേർക്കുന്നത്. പൊടികൾ ചേർക്കുമ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് പൊടികൾ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ അളവിനനുസരിച്ച് പൊടികൾ ചേർക്കുകയാണ്. 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ സാമ്പാർ പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കായപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വെജിറ്റബിൾസിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, വെജിറ്റബിൾസ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളവും ആവശ്യത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവോ. പുളി കൂടിപ്പോയാൽ സാമ്പാറിന് ടേസ്റ്റിന് വ്യത്യാസം വരും. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്, പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച മല്ലിയിലയാണ്, മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് ഒരു 3 വിസിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സാമ്പാറിലെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ സാമ്പാർ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ സാമ്പാറാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ നമുക്കിതിനകത്തേക്ക് കടുക് താളിച്ച് ഒഴിക്കാം. ആദ്യം നമ്മൾ അടുപ്പ് കത്തിച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. നന്നായിട്ട് പാൻ ചൂടായതിന് ശേഷം നമ്മൾ നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മളിതിനകത്തേക്ക് കടുകാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മളിതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയാണ് ആഡ് ചെയ്യുന്നത്. ചെറിയുള്ളി ഒരുവിധം മൂത്ത് വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് 2 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. വറ്റൽമുളക് ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിനകത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കറിവേപ്പില ആഡ് ചെയ്യുന്നത്. കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കടുക് താളിച്ചത് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. കമൻറ്റുകളുണ്ടെങ്കിൽ രേഖപ്പെടുത്തണം. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം, ലൈക്ക് ചെയ്യണം. പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ബൈ.